നിപ സ്ഥിരീകരിച്ച മലപ്പുറത്ത് അതീവ ജാഗ്രത. 14-കാരന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. ആനക്കയം പാണ്ടിക്കാട് പഞ്ചായത്തുകളിൽ ഇന്നു മുതൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. വിവാഹ സൽക്കാരം അടക്കമുള്ള പരിപാടികൾക്ക് പരമാവധി 50 പേർക്ക് മാത്രമാണ് അനുവാദമുള്ളത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂർണ്ണമായും അടച്ചിടും. അതേസമയം നിപ ബാധിച്ച കുട്ടിക്കായി ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ന് മരുന്നെത്തിക്കും. എത്തുന്നത് മോണോക്ലോണൽ ആന്റിബോഡി. സോണൽ കൃഷ്ണ നമുക്കായി വിവരങ്ങൾ നൽകും. സോണൽ, ഇന്ന് കർശന നിയന്ത്രണങ്ങൾ ഇന്നു മുതൽ ഏർപ്പെടുത്തുന്നുണ്ട് 2 ഇടത്തുമായിട്ട്. അതല്ലാതെ മരുന്ന് എപ്പോഴത്തേക്കാണ് എത്തുക? കാരണം മെഡിക്കൽ സംഘം കൂടി ഓസ്ട്രേലിയയിൽ നിന്ന് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട ഒരു അവലോകന യോഗം റെസ്റ്റ് ഹൗസിൽ ചേരുന്നുണ്ട്. ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. പോലീസ്, അതുപോലെ തന്നെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായി സ്ഥിതിഗതികൾ വിലയിരുത്തുക, വേണ്ട നടപടികൾ, തുടർ നടപടികൾ എന്തൊക്കെയാണ്, അതൊക്കെ നോക്കി കൃത്യമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ 2 പഞ്ചായത്തുകളിൽ, അതായത് പാണ്ടിക്കാട്, ആനക്കയം പഞ്ചായത്തുകളിൽ കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിയിട്ടുള്ളത്. നമുക്കറിയാം, ഇപ്പോൾ നിലവിൽ ഈ പ്രദേശത്ത് മുൻകൂട്ടി നിശ്ചയിച്ച വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് 50 പേർ മാത്രം ഈ ചടങ്ങുകളിൽ പങ്കെടുക്കണം എന്നുള്ളതാണ് പ്രധാനമായി ഇന്ന് പുറത്തുവിട്ടിട്ടുള്ള ഒരു നിർദ്ദേശം. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ജനങ്ങളും ഇതിനോട് സഹകരിക്കണം എന്നൊരു ആവശ്യം ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം നമുക്ക് ഏത് വിധേനയും ഈ നിപ്പയെ ചെറുത്തു നിൽക്കണം, പ്രതിരോധിക്കണം എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായിട്ടുള്ള കാര്യം. അതിനുവേണ്ടി ജനങ്ങൾ കൂടി സഹകരിക്കേണ്ടതുണ്ട്. ജനങ്ങളുടെ ഭാഗത്തു നിന്ന് പൂർണ്ണ പിന്തുണ ലഭിക്കേണ്ടതുണ്ട്. അതിന് ജനങ്ങളുടെ സഹകരണം പൂർണ്ണമായിട്ടും ആവശ്യമാണ് എന്നുള്ളതാണ് SP-യും അതുപോലെ തന്നെ ജില്ലാ കളക്ടർ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടിക്കായിട്ടുള്ള മെഡിസിൻ ആന്റിബയോട്ടി ഇന്ന് എത്തിക്കും. അതിന് കഴിഞ്ഞ ദിവസം തന്നെ അത് ഷിപ്പ് ചെയ്തിരുന്നു. ഇന്ന് രാവിലെ ഏകദേശം 10 മണിയോടുകൂടി അത് എത്തും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ആയിരിക്കും ഈ മരുന്ന് എത്തിക്കുക. അതിനുശേഷം കുട്ടിക്ക് പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന അത് മലയാളികൾക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ സൂചിപ്പിക്കേണ്ടതായിട്ടുള്ള മറ്റൊരു കാര്യം. ഈ കുട്ടിയുമായി അടുത്ത ബന്ധം, അല്ലെങ്കിൽ കുട്ടിയുമായി സമ്പർക്കത്തിലുണ്ടായിരുന്ന കുട്ടിയുടെ അമ്മയും അച്ഛനും കുട്ടിയുടെ ഒരു ബന്ധുവും ഇത്തരത്തിൽ ഇപ്പോൾ ഐസൊലേഷനിലാണ്. നമുക്കറിയാം, 214 പേരുടെ ഒരു പട്ടികയാണ്, നിരീക്ഷണത്തിലുള്ളവരുടെ പട്ടികയാണ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ 60 പേർ ഹൈ റിസ്ക് വിഭാഗത്തിൽ പെടുന്നവരാണ് എന്നുള്ള ഒരു കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. ഈ 60 പേരുടെ സ്രവം ഇന്ന് പരിശോധനയ്ക്കായി അയക്കും എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വരും മണിക്കൂറുകൾ നിർണായകമാണ്. ഈ യോഗത്തിന് ശേഷം മറ്റ് നടപടികൾ എന്തൊക്കെയാണ് സ്വീകരിച്ചത് എന്നുള്ള കാര്യത്തിൽ ആരോഗ്യമന്ത്രി തന്നെ ഒരു വ്യക്തത വരുത്തും. മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 2 പഞ്ചായത്തുകളിലും ഇന്ന് ട്യൂഷൻ ക്ലാസുകൾ, അതുപോലെ തന്നെ മദ്രസ ഉൾപ്പെടെയുള്ളവ പ്രവർത്തിക്കരുത് എന്ന നിർദ്ദേശമുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് അവിടെ പാലിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ മാത്രമാണ് കടകൾക്കും മറ്റും തുറന്ന് പ്രവർത്തിക്കാനുള്ള സമയം. മെഡിക്കൽ ഷോപ്പുകൾക്കും മറ്റും മാത്രമാണ് തുടർച്ചയായിട്ട് മുഴുവൻ സമയം പ്രവർത്തിക്കാനുള്ള ഒരു അനുവാദം നൽകിയിട്ടുള്ളത്. എന്തായാലും പ്രധാനമായി പറയുന്നത്, മലപ്പുറം ജില്ലയിൽ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അനാവശ്യമായിട്ടുള്ള ആശുപത്രി സന്ദർശനം നിർദ്ദേശം നൽകിയിട്ടുള്ളത്.